2006 തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ പിണറായി വിജയനല്ലേ? ആ CPIക്ക് സീറ്റ് കൊടുക്കാതെയാണ് PDP നിർദ്ദേശ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കുന്നത്. കോൺഗ്രസ് ജമാഅത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കലും മതരാഷ്ട്രത്തിനെയോ വർഗീയതയോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരുടെ വോട്ട് നിങ്ങൾക്ക് വേണം. ഞാൻ ഒരു വോട്ടർ പട്ടികയിലെ വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഒരു 5000-നും 10,000-നും ഇടയ്ക്കുള്ള വോട്ടിന് ഷൗക്കത്ത് ജയിച്ചിരിക്കും. ഞാൻ ഈ കണക്ക് പറയാൻ കാരണം സാധാരണ നിലമ്പൂരിൻ്റെ ഒരു ചിത്രം അതാണ്. പരന്ന വായനയാണ് ഒരു ഇലക്ഷൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വായിക്കാത്തവരും ഇലക്ഷൻ ജയിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പരന്ന വായന കൊണ്ട് ജനത്തിന് വല്ല മെച്ചമുണ്ടോ? CPIയുടെ സീറ്റ് ഏകപക്ഷീയമായിട്ട് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന വെളിയം വാർഗൻ പരസ്യമായിട്ട് റിവോൾട്ട് ഉണ്ടാക്കി. AKG സെന്നദ്ദി ഇറങ്ങിപ്പോയി. അവസാനമാണ് LDFിൽ ആർക്കും വേണ്ടാത്ത വയനാട് അവരെ തലയിൽ കെട്ടി വെച്ചത്. അന്ന് പറയുമ്പോൾ മദനി ഏറ്റവും കുറ്റം പറഞ്ഞിരുന്ന കോൺഗ്രസിനെയാണ്. മദനിയുടെ പ്രസംഗങ്ങളുടെ മുഴുവൻ അന്ന് K. കരുണാകരൻ സർക്കാരിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. സ്വരാജാണോ, ആര്യാടനാണോ, അൻവറാണോ, ആരാകും താരമാകുക? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ K. മുരളീധരൻ. നമസ്കാരം. നിലമ്പൂരിൽ വിവാദങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുകയാണോ? നിലമ്പൂരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ LDF ആണ്. കാരണം ഈ ഭരണപരമായിട്ടുള്ള തകരാറുകൾ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, ഭരണവിരുദ്ധ വികാരം അത് പുറത്തു വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അവർ നടത്തുന്ന അനാവശ്യ പ്രചരണങ്ങളാണ് ഈ വിവാദങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വിവാദങ്ങൾക്ക് പുറകെ പോകേണ്ട കാര്യമില്ല. സർക്കാരിനെതിരായിട്ടുള്ള വികാരം വോട്ടാക്കി മാറ്റുക. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടുകൂടെ അത് ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ക്ലൈമാക്സിലെത്തുകയാണ്. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. ഉറപ്പായി UDFന് നല്ല വിജയം ഉണ്ടാകും. പൂർണ്ണ ആത്മവിശ്വാസം UDFന് അക്കാര്യത്തിലുണ്ട്. ലാസ്റ്റ് ഫേസിൽ നിൽക്കുമ്പോൾ പോലും, അവസാന ലാപ്പിൽ പോലും രാഷ്ട്രീയം വേണ്ട രീതിയിൽ അവിടെ ചർച്ച ചെയ്യാൻ കഴിയാതെ പോയത് പ്രതിപക്ഷത്തിരിക്കുന്ന UDFൻ്റെ ഒരു വീഴ്ചയല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങൾ ഒരിക്കലും വിവാദത്തിൻ്റെ പുറകെ പോയിട്ടില്ല. ഒന്ന്, ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥി വരും എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇവിടെ ആദ്യമായിട്ട് വിവാദം ഉണ്ടായത് അൻവറിൻ്റെ ഭാഗത്താണ്. അൻവർ UDF ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ പരസ്യമായിട്ട് എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. ഞങ്ങൾക്ക് ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ സാധ്യമല്ല. അത് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി പിൻവലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ വിവാദങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, പിണറായിസത്തിനെതിരായിട്ടുള്ള അൻവറിന് ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഇതെല്ലാം സാധ്യമാവണമെങ്കിൽ, അതായത് പിണറായി അവസാനിപ്പിക്കണമെങ്കിൽ UDF ജയിക്കണം. UDF LDF അല്ലാതെ മൂന്നാമതൊരു കക്ഷിക്ക് ഈ പിക്ചറിൽ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ആൻറ്റി പിണറായി വോട്ടുകൾ അത് UDFിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. താഴെ തട്ട് മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. KPC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കൾ ഉൾപ്പെട്ട ഒരു ടീം നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കുടുംബയോഗങ്ങളും മറ്റും കാര്യമായി തന്നെ അടിത്തട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് കുടുംബയോഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്താണ്. എല്ലാ കുടുംബയോഗങ്ങളിലും നല്ല ജനപങ്കാളിത്തമുണ്ട്. അതൊക്കെ ആ ബൂത്തിലെ പ്രവർത്തകരാണ് വരുന്നത്, പ്രവർത്തകരും വീട്ടുകാരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ റിസൾട്ടിൽ ആശങ്ക ഞങ്ങൾക്കില്ല. ആദ്യമൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകളെ കുറിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അൻവറിന് LDFൻ്റെ കുറേ നിശബ്ദ വോട്ടുകൾ ലഭിക്കും എന്നുള്ളതൊഴിച്ചാൽ UDFിൽ നിന്നൊരിക്കലും വോട്ട് കിട്ടാൻ ഇപ്പോൾ സാധ്യതയില്ല. കാരണം ആ സാധ്യത ഞങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട്. UDFന് ചെയ്യേണ്ട വോട്ടുകൾ, ഭരണവിരുദ്ധ വോട്ടുകൾ, അത് UDFിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
പക്ഷേ ഇതിനകത്ത് താങ്കൾ പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം, അതായത് പിണറായിക്ക് എഗെയിൻസ്റ്റ് ആയ ഒരു വികാരം അവിടെ ഉണ്ടെങ്കിൽ ആ വികാരം ഉയർത്തിക്കാട്ടാനാണ് നിങ്ങൾ ശ്രമിച്ചത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആദ്യം അതായിരുന്നു നിങ്ങൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു. പക്ഷേ അത് അവിടെ നിൽക്കുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ ദേശീയപാത തകർച്ച ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. പിന്നീട് KC വേണുഗോപാൽ പറയുന്നത് പോലെ ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന രീതിയിൽ ഒരു പ്രസ്താവന, അത് വിവാദമാകുന്നു. LDF UDF അതിനകത്ത് വിശദീകരണമൊക്കെ നൽകുന്നു. അതിനുശേഷം പന്നിക്കണിയിൽ ഒരു ബാലൻ മരിക്കുന്ന ആ ഒരു വിഷയം വന്നപ്പോൾ പോലും അത് ജനവികാരം ഉയർത്തിക്കാട്ടാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷെ ഒന്നും അവിടെ എത്തുന്നതിന് മുമ്പ് പിന്നെയും വിവാദങ്ങളിലേക്ക് അതിൽ ഞാൻ പറയാം, ഈ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, പിണറായിയുടെ മലപ്പുറം ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതൊരു ഇംഗ്ലീഷ് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് അടിച്ചു വന്നതാണ്. അതിനെ കാര്യമായിട്ട് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നാണ് പത്രക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പരാമർശം ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടത്തുന്നത് മലപ്പുറത്താണ്. ഇതൊക്കെ വലിയ വിവാദമായതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചാണ് ഞങ്ങൾ. അതല്ലാതെ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ലല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ലേ. പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. പിന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് 2021 പെൻഷൻ്റെ കുറേ കുടിശ്ശികയായിട്ട് കുറേ ആൾക്കാർ വീടുകളിൽ ചെല്ലുന്നു. ശരിക്കും സർക്കാരിൻ്റെ പണമാണ്. എന്നാൽ പല വീടുകളിലും ഇത് പിണറായി വിജയൻ തന്നതാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾക്ക് ഈ മറ്റേ കിറ്റാണെങ്കിലും ക്ഷേമ പെൻഷനാണെങ്കിലും വിതരണം നടത്തിയത്. അതായത് സഹകരണ വകുപ്പിലെ ഡെയിലി വേജസുകാരായിട്ടുള്ള CPMകാരാണ് ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് KC വേണുഗോപാൽ പറഞ്ഞത്, ഒരു 4-5 മാസത്തെ കുടിശ്ശിക ഇലക്ഷൻ്റെ തലേന്ന് കൊണ്ട് കൊടുക്കുക, ഇത് സർക്കാരിൻ്റെ പണമല്ല പിണറായി തന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു കൈക്കൂലിയുടെ രൂപമുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ കറക്റ്റായിരുന്നു. എനിക്ക് തന്നെ അറിയാലോ, പല നിയോജകമണ്ഡലങ്ങൾ ഈ രീതിയിലാണ് CPM കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. സർക്കാരിൻ്റെ ഫണ്ടിനെ പിണറായി നൽകുന്ന, പാർട്ടി നൽകുന്ന ഫണ്ടായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അന്ന് ഇതൊക്കെ വിതരണം നടത്തിയത്. അങ്ങനെയാണ് ഇവർക്ക് കുറേ മെച്ചം ഇലക്ഷൻ കാലത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഇത്തവണ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ക്ഷേമ പെൻഷനൊക്കെ കൈക്കൂലിയാന്ന് UDF പറയില്ല. കാരണം UDF ആണ് പല ക്ഷേമ പെൻഷനുകൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള LDFൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. കൃത്യമായി സർക്കാർ വിരുദ്ധത മുഴുവനും ഉയർത്തിക്കാട്ടാനായി നിങ്ങൾക്ക് എത്രത്തോളം കഴിഞ്ഞു? പക്ഷെ അവിടെയാണ് പിന്നെയും ഈ വിവാദങ്ങൾ, അതായത് ഈ വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ PDP-യുടെയും പിന്തുണയെ ചൊല്ലി ഇരു മുന്നണികളും വലിയ രീതിയിൽ ഞങ്ങളായിട്ട് ഈ വിവാദം ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ പിന്തുണ പ്രഖ്യാപിച്ചത്, വെൽഫെയർ പാർട്ടിയാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയ കാലത്തെ പ്രവർത്തനം നോക്കിയാൽ ആദ്യം ഒരു വോട്ടിങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. പിന്നീട് ഒരു വോട്ടിങ്ങിൽ പങ്കെടുത്തപ്പോൾ മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അന്നും CPM-ന് അവർ ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ LDF-ലെ ഘടകകക്ഷികൾ മത്സരിച്ച സീറ്റുകളിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ 91 ഞാൻ മത്സരിക്കുമ്പോൾ പരസ്യമായിട്ട് വീരേന്ദ്രകുമാറിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ കൊടുത്തിരുന്നു. എന്നാൽ 96 എത്തിയപ്പോൾ 96-ൽ, അതായത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് RSSനോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ അന്ന് മുതൽ അവർ സ്ട്രോങ് ആൻറ്റി കോൺഗ്രസ് സ്റ്റാൻഡ് എടുത്തു. 96 മുതൽ അവരുടെ സ്റ്റാൻഡ് പ്രോ LDF, അഖിലേന്ത്യാ തലത്തിൽ ആൻറ്റി കോൺഗ്രസ്. 2010-ലാണ് ഇവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നത്. വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വ്യത്യാസമുള്ളത്, ജമാഅത്ത് ഇസ്ലാമിയാണ് നേതൃത്വം കൊടുത്തത്. പക്ഷേ ഈ വെൽഫെയർ പാർട്ടിയിൽ എല്ലാ മതക്കാരും ഉണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നു. അപ്പോഴും ഇവരുടെ സ്റ്റാൻഡ് മാറിയില്ല, പ്രോ LDF തന്നെയായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2016-ലെ നിയമസഭ ഇലക്ഷനിൽ എൻ്റെ പാർലമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന പേരാമ്പ്ര, അന്ന് ഞാൻ 2016 ഞാൻ അസംബ്ലിയിലാണ്, പക്ഷേ അന്ന് പേരാമ്പ്ര തെരഞ്ഞെടുപ്പിൽ CPM-ൽ തന്നെ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. TP രാമകൃഷ്ണനെതിരായിട്ട് പരസ്യമായിട്ട് CPM-കാർ ബോർഡ് വെച്ചു, കേരളം ഇടത്തോട്ട്, പേരാമ്പ്ര മാത്രം വലത്തോട്ട്, അതായത് TP രാമകൃഷ്ണൻ തോൽക്കും എന്നുള്ള പ്രചാരണമായിരുന്നു. പക്ഷേ അന്ന് വെൽഫെയർ പാർട്ടിയാണ് പരസ്യമായി TP രാമകൃഷ്ണന് വേണ്ടി രംഗത്ത് വരികയും 4000-ൽ പരം വോട്ടിനെ മറ്റാണെന്ന് TP രാമകൃഷ്ണൻ ജയിക്കുന്നത്. പക്ഷേ 2019-ലെ ലോക്സഭ വന്നപ്പോൾ
വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു BJPയെ പുറത്താക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനും കേരളത്തിൽ UDFനും അവർ പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ഇതിൻ്റെ ഭാഗമായി 2019 അവരുടെ സ്റ്റാൻഡിൻ്റെ ഭാഗമായി അവർ കേരളത്തിൽ UDFന് വോട്ട് ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ധാരണയുടെ ഭാഗമായിട്ടല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷനിൽ ആരൊക്കെ പിന്തുണ തരും? അതിന് വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 2016 വെൽഫെയർ പാർട്ടി LDFൽ വോട്ട് ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കാൻ പോയില്ലല്ലോ. 96 മുതൽ പിന്നീട് ജമാഅത്ത് ഇസ്ലാമി തന്നെ പരസ്യമായിട്ട് LDFനെ പിന്തുണച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത ആളല്ലേ പിണറായി വിജയൻ. 2006 തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ പിണറായി വിജയനല്ലേ. ഞങ്ങൾ ആരുടെയും പിന്തുണ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ്റെ കേരള യാത്രയുണ്ടായിരുന്നില്ല പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് 2009. അന്നല്ലേ കടപ്പുറത്ത് അച്യുതാനന്ദനെ കണ്ടപ്പോൾ പോലെ എഴുന്നേക്കാത്ത പിണറായി മദനി വന്നപ്പോൾ 2009 ഇലക്ഷനിൽ പൊന്നാനിയിൽ CPIയുടെ സീറ്റായിരുന്നു അത്. CPI ആണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. ആ CPIക്ക് സീറ്റ് കൊടുക്കാതെയാണത് PDP നിർദ്ദേശ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കുന്നത്. സ്വതന്ത്രം എന്നുള്ള വേഷമായിരുന്നു. പക്ഷേ മദനിയാണ് കൺവെൻഷനിലെ മുഖ്യ പ്രാസംഗികൻ. അന്ന് വന്നപ്പോൾ പിണറായി എഴുന്നേറ്റ് വന്നു. അതുമാത്രമല്ല, CPIയുടെ സീറ്റ് ഏകപക്ഷീയമായിട്ട് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന വെളിയം വാർഗൻ പരസ്യമായിട്ട് റിവോൾട്ടുണ്ടാക്കി. AKG സെൻറ്ററിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി. അവസാനമാണ് LDFൽ ആർക്കും വേണ്ടാത്ത വയനാട് അവരെ തലയിൽ കെട്ടി വെച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ളപ്പോൾ വെൽഫെയർ പാർട്ടി തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു മഹാ അപരാധമായിട്ട് ഞങ്ങളെയൊക്കെ കുറ്റം പറയാൻ ഒരു അർഹതയും CPMനില്ല. ഞങ്ങൾ ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും എതിരായിട്ടുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് ചോദിച്ചാൽ ആരും വോട്ട് ചെയ്താൽ ഒരു വോട്ടും വേണ്ടാന്ന് പറയില്ല. പക്ഷേ ഞങ്ങളുടെ സ്റ്റാൻഡ് മാറില്ല. ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഭാവിയിലും ഉണ്ടാവുക. ഈ ജമാഅത്തെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അവർ മുന്നോട്ട് വെക്കുന്ന ആശയം മതരാഷ്ട്രം എന്ന ആശയമാണ് അവർ മുന്നോട്ട് അത് വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് മതരാഷ്ട്രം. വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ്. അവരത് പറഞ്ഞിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് മതരാഷ്ട്രമാണ്. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തിനോട് അങ്ങയുടെ അഭിപ്രായം എങ്ങനെയാണ്? അല്ല, മതരാഷ്ട്രം എന്നുള്ളതിനോട് ആരും യോജിക്കുന്നില്ലല്ലോ. പക്ഷേ ഈ അടുത്ത കാലത്ത് അവർ അമീർ പറഞ്ഞത് ഞാൻ ആ പത്രത്തിൽ വായിച്ചും TV യിൽ കാണാം. അവർ പറഞ്ഞു ഞങ്ങൾ ആ ആശയങ്ങളൊക്കെ ഞങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഗവേഷണം നടത്താനൊന്നും പോയിട്ടില്ല. അത് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട വിഷയവുമല്ല. പക്ഷേ ഇവിടെ വെൽഫെയർ പാർട്ടി ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒരു മഹാ അപരാധം എന്ന് പറയുന്നവർ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൊണ്ട് മാത്രം നിയമസഭയിലേക്ക് ജയിച്ച ചരിത്രം അതാണ് ഞാൻ പറഞ്ഞത്. 2014 പേരാമ്പ്ര മാത്രമല്ല, അന്ന് കരുനാഗപ്പള്ളി ഉൾപ്പെടെ ഇതൊക്കെ LDFനെ വോട്ട് ചെയ്തത്. ഈ വെൽഫെയർ പാർട്ടി താങ്കൾ അംഗീകരിക്കില്ല, കോൺഗ്രസ് അംഗീകരിക്കുന്നു. അതേസമയം ജമാഅത്തെ അല്ല എന്ന് പറയുമ്പോൾ ഈ വെൽഫെയറിനെ ഓൺ ചെയ്യുന്ന ജമാഅത്ത് തന്നെ. ഞങ്ങൾ വെൽഫെയറിനെ പിന്തുണ ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയില്ലല്ലോ. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ് ജമാഅത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കലും മതരാഷ്ട്രത്തിനെയോ വർഗീയതയോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരുടെ വോട്ട് നിങ്ങൾക്ക് വേണം. ഞാൻ ഒരു വോട്ടർ പട്ടികയിലെ വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. ഇപ്പോൾ CPM പറയുന്നത് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ട, കിട്ടില്ല എന്ന് പറഞ്ഞാൽ വോട്ട് വേണ്ടെന്ന് ധൈര്യമായിട്ട് പറയാമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് പറയാമല്ലോ RSSൻ്റെ SDPയുടെയും വോട്ട് നിലമ്പൂരിൽ വേണ്ട എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഏത് വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. SDPക്ക് സ്ഥാനാർത്ഥിയുണ്ട്, അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ കിട്ടാത്ത വോട്ട് വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ വോട്ട് ചോദിക്കുന്നത് നിലമ്പൂരിലത്തെ വോട്ടർമാരോടാണ്. അത് ഞങ്ങളുടെ ക്ലിയർ കട്ട് സ്റ്റാൻഡ് ഞങ്ങൾക്കുണ്ട്. ആൻറ്റി RSS പോളിസിയും ഭൂരിപക്ഷ വർഗീയത പറയുന്ന ന്യൂനപക്ഷ വർഗീയതയോട് ഞങ്ങൾ ആൻറ്റിയാണ്. ഞങ്ങൾ എതിരായിട്ടുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ പാർട്ടി നയം. എന്നാൽ ഒരു വോട്ടർ പട്ടികയിൽ വോട്ടുള്ള ആര് ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും ആ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. PDP ആണെങ്കിലും നിങ്ങൾ സ്വീകരിക്കും? ഏത് വോട്ട് ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ മതരാഷ്ട്രം പറഞ്ഞിരുന്ന ഒരു സംഘടന ആണ് ജമാഅത്തെ. പക്ഷേ ഇപ്പോൾ അവർക്ക് അത്തരം ആശയങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ആ ഒരു നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ നിന്നൊക്കെ അവർ പിന്മാറി എന്നാണ് കോൺഗ്രസ് പറയുന്നത്? എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് അവരങ്ങനെ പറയുന്നു, പറഞ്ഞ് ശരിയോ തെറ്റോ ആയിക്കോട്ടെ. ഏതായാലും ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ആ വിഷയം അല്ല അവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇത് രാഷ്ട്രീയമാണ്, ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്.
പൊളിറ്റിക്കൽ ഫൈറ്റിനെ ആ രീതിയിൽ കാണണം. അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന പിന്തുണ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആരുമായിട്ട് ധാരണയുണ്ടെന്നല്ല. UDF പുറത്തുള്ള ഒരു പാർട്ടിയുമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ അതേ നിലപാട് തന്നെയാണോ മുസ്ലിം ലീഗിനുമുള്ളത്? ജമാഅത്തെ അല്ലെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗ് ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകി എന്നുള്ളത് കൊണ്ട് എല്ലാ ആശയങ്ങളുമായിട്ട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലോ. അത് UDFൻ്റെ സ്റ്റാൻഡാണ്. കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാവർക്കും ഒരേ സ്റ്റാൻഡ് തന്നെയാണ്. UDF ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇവിടെ ഇപ്പോൾ കാണുന്ന പ്രതിപക്ഷ നേതാവിനെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ചില പ്രവർത്തനങ്ങളാണ്. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം തീരുമാനം എടുക്കുന്നത് ഞങ്ങളെടുക്കുന്ന തീരുമാനമാണ് അദ്ദേഹം നടപ്പാക്കുന്നത്. അത് UDFൻ്റെ ചെയർമാനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടമായിട്ട് ആക്രമിക്കുന്ന രീതിയോട് ഞങ്ങൾ 1% പോലും അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആ ആശയങ്ങളോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തുറന്ന് പറയാനുള്ള ധൈര്യം നിലമ്പൂരിൽ നിങ്ങൾ കാട്ടുന്നില്ല. ഒരു വോട്ടും വേണ്ട എന്ന് പറയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയില്ല. വോട്ട് തരാമെന്ന് പറയുമ്പോൾ ശരി തന്നോളൂ, പക്ഷേ ഞങ്ങളുടെ ലൈൻ ഇതാണ്. ആ ലൈൻ അംഗീകരിച്ചുകൊണ്ട് ആര് വോട്ട് തരുന്നോ ആ വോട്ട് ഞങ്ങൾ അംഗീകരിക്കും. അതിനെന്താ, അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പറയില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാനാവും? കാരണം M സ്വരാജ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ് ഈ വർഗീയ പാർട്ടികളുടെ ഒരു വോട്ട് തനിക്ക് വേണ്ട എന്ന് തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കളത്തിൽ ഇറങ്ങിയത്. അതിപ്പോൾ സ്വരാജിൻ്റെ ടേപ്പ് അതേപോലെ ഞങ്ങൾ പകർത്തേണ്ട കാര്യമില്ല. കാരണം സ്വരാജിന് കിട്ടാത്ത വോട്ടുകൾ വേണ്ടാന്ന് പറയും, കിട്ടുന്ന വോട്ടുകൾ വേണ്ടാന്ന് പറയില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ ആ പ്രസംഗം അംഗീകരിക്കാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് അകാരണമായി ജയിലിലിട്ടപ്പോൾ അദ്ദേഹത്തിനെ വിചാരണ നടത്തി മാത്രമേ ശിക്ഷിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കാൻ ഞങ്ങളും കൂടെ വോട്ട് ചെയ്തുകൊണ്ടല്ലേ യുനാനിമസായി പ്രമേയം പാസ്സാക്കിയതെന്ന്. അന്ന് നിയമസഭ പ്രമേയം പാസ്സാക്കിയതെന്താ? ഒരാളെ വിചാരണ കൂടാതെ തടവിലിടാൻ പാടില്ല. പിന്നെ മദനിനെ അറസ്റ്റ് ചെയ്താരാ? ഞങ്ങളാണോ? അന്നാരാ മുഖ്യമന്ത്രി? അയനാരല്ലേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? അപ്പോൾ ഇപ്പോൾ പറയുന്നു അദ്ദേഹം പീഡിതനാണ് മറ്റേ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണെന്ന് മദനിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാന്ന്? അന്ന് പറയുമ്പോൾ മദനി ഏറ്റവും കുറ്റം പറഞ്ഞിരുന്ന കോൺഗ്രസിനെയാണ്. മദനിയുടെ പ്രസംഗങ്ങളുടെ മുഴുവൻ അന്ന് K. കരുണാകരൻ സർക്കാരിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ആ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള മദനീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് 2 കാലഘട്ടത്തിൽ LDF ആണ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ലാസ്റ്റ് അറസ്റ്റ് നടന്നത്. അപ്പം അങ്ങനെയുള്ള മദനി ഇപ്പോൾ പരിശുദ്ധരായി എന്ന് പറയുമ്പോൾ അവർക്ക് ആര് വോട്ട് ചെയ്താൽ അവരൊക്കെ പരിശുദ്ധന്മാരും ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും അവരൊക്കെ വർഗീയവാദികളും. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അല്ല, ഈ PDP പീഡിതരുടെ പാർട്ടിയാണ് എന്ന് CPM പറയുമ്പോൾ അതിനെ നിങ്ങൾ ആക്ഷേപരൂപേണ പറയുമ്പോൾ ജമാഅത്തെ ഇപ്പോൾ പഴയ നിലപാടിൽ നിന്നൊക്കെ മാറി എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും അത് തന്നെയല്ലേ പറഞ്ഞത്? ജമാഅത്തെ എന്നല്ല, വെൽഫെയർ പാർട്ടി 2019 മുതൽ നിലപാട് മാറ്റിയെന്ന് വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വാക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറിയെന്നല്ല പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിൽ 2019 മുതൽ മാറ്റം വന്നു എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെയും തമ്മിൽ ഒരു വിധത്തിലും ഒരു കോണിലല്ല, രണ്ട് ധ്രുവങ്ങളെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിൽ മതപരമായിട്ടുള്ള വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വെൽഫെയർ പാർട്ടിയിലുണ്ട്. പക്ഷേ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ ജാതകമൊന്നും ഞങ്ങൾ പരിശോധിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു, ഓക്കെ, സന്തോഷം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം രാഷ്ട്രീയം അല്ലെങ്കിൽ എത്രത്തോളം ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം എത്രത്തോളം? ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രവർത്തനം കൊണ്ട് ഭരണവിരുദ്ധ വികാരങ്ങൾ UDFിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാം. കാരണം ആ വിരുദ്ധ വോട്ടുകൾ മുഴുവൻ നേടിയെടുക്കാനുള്ള സംവിധാനം ഞങ്ങളതിൽ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഭരണവിരുദ്ധ വോട്ടുകൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാനും ഞങ്ങൾ പഴുതടച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിപ്പോഴും നടക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് പ്രിയങ്കാ ഗാന്ധി എത്തുന്നതോടെ അത് ക്ലൈമാക്സിലെത്തും. അത് കഴിഞ്ഞാൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഒരു 5000-നും 10,000-നും ഇടയ്ക്കുള്ള വോട്ടിന് ഷൗക്കത്ത് ജയിച്ചിരിക്കും. ഞാൻ ഈ കണക്ക് പറയാൻ കാരണം സാധാരണ നിലമ്പൂരിൻ്റെ ഒരു ചിത്രം അതാണ്.
ആകെ ആര്യാട് മുഹമ്മദ് മാത്രമാണ് 2001 10ലും മേലെ പോയിട്ടുണ്ട്, 87 പോയിട്ടുണ്ട്, 2001 പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ ശരാശരി ഈ 5000 10,000-ൻ്റെ രീതിയിലാണ് റിസൾട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അതിൽ മേലെ പോകുന്നല്ലാതെ ഈ പറയുന്ന നമ്പറിൽ കുറവുണ്ടാവില്ല. 5000-നും 10,000-നും ഇടയിലൊരു ഭൂരിപക്ഷത്തിലായിരിക്കും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് മിനിമം. അത് മേലോട്ട് കയറുകയല്ലാതെ താഴോട്ട് പോവില്ല. ഈ 5000-നും 10,000-നും അല്ലെങ്കിൽ 10,000 വോട്ടുകൾക്ക് താഴെ ഒരു ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിജയമാണ് എന്ന് നമുക്കത് വിലയിരുത്താൻ കഴിയും. അതായത് 9 വർഷമായിട്ട് LDFൻ്റെ കയ്യിൽ സീറ്റ് പിടിച്ചെടുക്കുന്നു. അത് ഒരു വോട്ടിനാണെങ്കിൽ ഒരു വോട്ട് നേട്ടം തന്നെയല്ലേ. അപ്പോൾ ഇതുവരെ നടന്ന ഇലക്ഷൻ നോക്കൂ. ഇതിപ്പോൾ 5ാമത്തെ ഇലക്ഷനാണ്. 4 ഇലക്ഷനിൽ 3 ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ ഞങ്ങൾ നിലനിർത്തിയപ്പോൾ LDFൻ്റെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ഇപ്പോൾ ഈക്വൽ സ്റ്റാറ്റസിലാണ് പോകുന്നതെങ്കിൽ ഇത് പ്ലസിലേക്ക് വരികയാണ് നിലമ്പൂർ കഴിയുമ്പോൾ. അല്ല, ഇത്രയേറെ ഭരണവിരുദ്ധ വികാരം സർക്കാരിനുണ്ടായത് തുടർച്ചയായി 10 വർഷം 9 വർഷം ഭരിക്കുന്ന ഒരു പിണറായി സർക്കാരാണ്. ഇത്രയേറെ ആരോപണങ്ങൾ സർക്കാരിനെ ഉയർത്താൻ കഴിഞ്ഞു. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പറയുന്നത് പോലെ രാഷ്ട്രീയം വേണ്ടത്ര രീതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്നൊരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ട് പോലും ഈ 5000-നും 10,000-നും ഭൂരിപക്ഷത്തിൽ മാത്രമേ ആര്യാടൻ വിജയിക്കുള്ളൂ എന്നാണോ? നിലമ്പൂർ പഴയ നിലമ്പൂരല്ല. അപ്പൊ അവിടെ ശരിക്കും UDFന്റെ പ്രതിസന്ധി എന്താണ്? ഞാൻ പറയാം, 2011 UDFന് ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയിരുന്ന കാളിക ഉൾപ്പെടെയുള്ള ചാലിയാർ ഉള്ള നിയോജക മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ നിലമ്പൂരിലില്ല. അത് ചില്ലറ വോട്ടല്ല. 2000-3000 വോട്ടൊക്കെ ലീഡ് കിട്ടുന്ന പഞ്ചായത്തുകളാണ് പോയത്. അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മൈനസ് ഉണ്ടാവില്ലേ. ഇതൊക്കെ ഉള്ള സമയത്ത് പോലും ആര്യാടൻ ചിലപ്പോൾ 6000-8000 വോട്ടിനൊക്കെയാണ് മുമ്പ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള ചരിത്രം കൂടെ ഒന്ന് നന്നായിട്ട് പഠിക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമല്ല 25,000-ൽ മേലെയല്ലല്ലോ. ആ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ പുനർനിർണയത്തിന് ശേഷം ഈക്വൽ ആയിട്ടുള്ള ശക്തിയിൽ നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെയാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് 6000 വോട്ടിന് ജയിക്കുന്നത് 2011. പിന്നീട് അത് 10,000-നും 2,000-നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഒരു സ്ഥലം തിരിച്ചെടുക്കുമ്പോൾ അത് 5000-10,000 എന്നൊക്കെ പറഞ്ഞാൽ നല്ല മെജോറിറ്റി. ഞാൻ പറഞ്ഞ ഇതിന് മേലെ പോകാനുള്ള ചാൻസ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ വെറുതെ കൊട്ട കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഇപ്പോഴും ആ ഒരു സ്റ്റാറ്റസിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകം തന്നെയാണ്. അല്ല, അവിടെ ഇപ്പോൾ ഇത്രയും കാലം നിലമ്പൂർ കണ്ടത് ഇടതു വലതു മുന്നണികളുടെ ശക്തമായ തുല്യമായൊരു പോരാട്ടമാണ്. പക്ഷേ ഇപ്പോൾ ആ വലതുഭാഗത്തുണ്ടായിരുന്ന PV അൻവർ അവിടെ ഇപ്പോൾ ഒരു സ്പ്ലിറ്റായി രണ്ടായി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു നേട്ടം സ്വാഭാവികമായി UDFനല്ലേ ഉണ്ടാകേണ്ടത്. അതിൽ ഈ അൻവറും കൂടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ കുറേ LDF വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുമല്ലോ. അദ്ദേഹം 9 LDFൻ്റെ MLA ആയിരുന്ന ആളല്ലേ. അപ്പോൾ LDFൻ്റെ കുറച്ച് സ്വാധീനം അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ടാണ് ഈ അൻവർ ഉണ്ടായിട്ട് പോലും 5000-നും 10,000-നും ഇടയ്ക്കുള്ള വോട്ടിന് ഞങ്ങൾ ജയിക്കുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അൻവർ LDFൻ്റെ വോട്ട് പിടിക്കും, UDFൻ്റെ വോട്ട് പിടിക്കുന്നതാണ് ഞങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നെങ്കിൽ ആ പഴി ഞങ്ങൾ അടച്ചു കഴിഞ്ഞു. പിന്നെ നിലമ്പൂരിൽ ഈ ഒരു സാഹചര്യത്തിൽ അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അവിടെ CPM അവകാശപ്പെടുന്നത് പോലെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായി സ്വരാജിനെ അവിടെ നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ നിലമ്പൂരിൽ UDFന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു സാധനം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾക്ക് വെല്ലുവിളിയല്ല, അൻവറിന്റെ വെല്ലുവിളിയാണ്. അൻവർ വെല്ലുവിളിയല്ല. അൻവർ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ പിടിക്കുന്നതാണ് ഒരു തകരാറായിട്ട് കാണുന്നത്. പക്ഷേ ആ ഭരണവിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്നത് UDFന് വോട്ട് ചെയ്യാനുള്ള ചില LDF വോട്ട് അദ്ദേഹം സ്വാധീനിച്ചിരിക്കാം. അല്ലെങ്കിൽ ഞാൻ 10-25,000-ൻ്റെ കണക്ക് പറഞ്ഞു. പക്ഷെ വെറുതെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, 24-ാം തീയതി റിസൾട്ട് വരുമല്ലോ. ഞാൻ പറഞ്ഞത് സ്വരാജിനെ ഒരു ശക്തിയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. കാരണം LDFന് അനുകൂലമായിട്ടുള്ളൊരു വികാരം കേരളത്തിലുള്ളപ്പോൾ അദ്ദേഹം നാരോ മാർജിന് ജയിച്ചു തൃപ്പൂണിത്തറയിൽ. അതിലേറെ പ്രോ LDF വികാരമുള്ള സമയത്ത് അദ്ദേഹം തോറ്റു തൃപ്പൂണിത്തറയിൽ. പിന്നെ അദ്ദേഹം നിലമ്പൂർ ഇപ്പോഴാണ് സ്ഥാനാർത്ഥിയായിരുന്നത്. ഞാൻ നിലമ്പൂരുകാരെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നാൽ പിന്നെ 2016 നിലമ്പൂർ മത്സരിക്കാണ്ട് തൃപ്പൂണിത്തറയ്ക്ക് പോയത് എന്തിനാ? നിലമ്പൂർ വീടുണ്ട് അദ്ദേഹത്തിന്, ശരിയാണ്, പക്ഷെ ആ വീട്ടിൽ വല്ലപ്പോഴും വരാറുള്ളൂ. മഹാബലി കേരളത്തിലേക്ക് വരുന്ന പോലെ വർഷത്തിലൊരിക്കൽ അങ്ങനത്തെ സന്ദർഭത്തിൽ അദ്ദേഹം നിലമ്പൂർ വരാറുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ സെറ്റിൽ ചെയ്തിട്ടുള്ള എറണാകുളത്താണ്. എവിടെയും മത്സരിക്കാം, അദ്ദേഹം സീനിയർ അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗത്തിന് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ ഞാൻ ആ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിൽ ശരിയല്ല.
CPM ഒരു ഭാവി കാണുന്ന ഒരു നേതാവ്, ഭാവി കാണുന്ന കുറച്ച് നേതാക്കന്മാരിൽ ഒരാളാണ്, മുൻപന്തി നിൽക്കുന്ന നേതാവാണ് എം സ്വരാജ്. അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ എം സ്വരാജിന് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ എം സ്വരാജിന്റെ ഒരു നിലവിലെ പോലുള്ള ഒരു ഗ്രാഫിന് ഒരു ഡാമേജ് ഉണ്ടാകുമെന്നാണോ അങ്ങ് വിലയിരുത്തുന്നത്? ഇലക്ഷനിൽ തോൽക്കുന്നതുകൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടാകും. ഞാൻ തന്നെ തോറ്റിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. ഇലക്ഷൻ തോൽക്കുന്ന ഒരു ഡാമേജിന് തകരാറൊന്നുമില്ല. പക്ഷേ സ്വരാജ് ഒരു വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു പോയി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ 2021 നേമത്തും കെ മുരളീധരൻ ഒരു ശക്തനായ സ്ഥാനാർത്ഥി എന്ന രീതിയിലായിരുന്നു കൊണ്ടുവന്നത്. അതിനുശേഷം ഉണ്ടായത് സംഭവം നമുക്കറിയാം. അത് ഏതെങ്കിലും രീതിയിൽ അങ്ങയുടെ മുന്നോട്ടുള്ള ഒരു ഗ്രാഫിനെ ഏത് രീതിയിലായിരുന്നു ബാധിച്ചത്? നേമത്തുള്ള മത്സരമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിട്ട് മത്സരിച്ചാണ് മാക്സിമം വോട്ട് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ അത്രയും വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റിൽ UDF കിട്ടിയിട്ടില്ലല്ലോ. 20,000 വോട്ടിനാണ് മൈനസ്. ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ ശിവൻകുട്ടിയായിട്ടുള്ള ഡിഫറൻസ് 19,000 വോട്ടാണ്. ഈ പാർലമെൻറ്റിൽ 20,000 വോട്ടാണ് LDF UDF ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ മോശമില്ലാത്ത പ്രവർത്തനം ഞാൻ നടത്തി. അന്ന് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു ഞാൻ മത്സരിക്കുമ്പോൾ. കഴിഞ്ഞ തവണ പന്നിയൻ പേരിനാണ് നിന്നത്. നേമത്തുകലധികം തേർഡ് പ്ലേസിൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മത്സരിച്ച ഇലക്ഷന് ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊന്നും എൻ്റെ ഇമേജിനൊന്നും കോട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ തൃശ്ശൂർ പഠിക്കാതെ പോയി മത്സരിച്ചതിന് പറ്റിയ ദോഷമാണ്. അതുപോലത്തെ ഒരു ദോഷം എം സ്വരാജിന് വരുമെന്നൊരു വിലയിരുത്തലുണ്ടോ? അല്ല, സ്വരാജിന് നിലമ്പൂർ ജയിക്കാൻ കഴിയില്ല തവണ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവി അടഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല. ഒരു പക്ഷേ നാളെ അദ്ദേഹത്തിന് കുറേ ചാൻസുള്ള സീറ്റ് കിട്ടിയേക്കാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. സ്വരാജിനെ മനഃപൂർവ്വം അവിടെ തോൽപ്പിക്കാനായി നിർത്തിയെന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്നുള്ള ചില ആ രീതിയിലുള്ള പ്രചാരണമൊക്കെ വരുന്നുണ്ടല്ലോ. അല്ല, അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം ആർക്കും എവിടെയും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയതെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും നിലമ്പൂർ സ്വരാജിന് ഈ ഇലക്ഷനിൽ പറ്റിയ ഒരു നിയോജകമണ്ഡലമല്ല. 5000-നും 10,000-നും ഇടയിലായിരിക്കും ഷൗക്കത്ത് ജയിക്കുക എന്ന കൃത്യമായ കണക്കുകളിലാണ് അങ്ങ് പറയുന്നത്. ഒരുപക്ഷെ PV അൻവർ UDF-നൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ല രീതിയിലൊരു ഭൂരിപക്ഷമായി മാറിയേനെ എന്നും അങ്ങ് വിലയിരുത്തുന്നുണ്ട്. അത് കാരണം പിന്നെ ഒരു മത്സരം എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ അൻവർ ഇങ്ങനെ ഒരു കലാപക്കൊടി ഉയർത്തിയത് കൊണ്ടാണ് ഒരു മത്സരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ. കാരണം അൻവർ ഇപ്പോൾ പിണറായിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പ്രതിപക്ഷത്തിനെയും വിമർശിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് അറ്റൻഷൻ ഡൈവേർട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും മറ്റുള്ളവർക്കൊരു ശക്തി തോന്നുകയാണ്. എന്താ LDF വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നു എന്നൊരു ചിന്താഗതി ഉണ്ടാക്കാൻ മാത്രമേ അതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ UDF വോട്ടുകളിൽ അൻവറിന് വിള്ളലുണ്ടാക്കാൻ കഴിയില്ല. ഈ അടുത്ത 2026 പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ. അവിടെ ഉറപ്പായും ഒരു ഈസി വാക്ക് ഓവർ അൻവറിലൂടെ ഉണ്ടാകുമായിരുന്ന ഒരു സാധ്യതയെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സാധ്യത അടയ്ക്കാൻ? കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവകാശം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയത്. പ്രത്യേകിച്ചൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് നിലമ്പൂരെന്ന് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾക്ക് 2 MLAമാർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. ഒന്ന് ഷാഫി പറമ്പിലും 2 നമ്മുടെ കൽപ്പറ്റയിൽ സിദ്ദിഖും. ഷാഫി പറമ്പിൽ രാജിവെച്ചപ്പോൾ പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. അപ്പോൾ ഞങ്ങളൊരു MLAയുടെ കുറഞ്ഞു ന്യൂനപക്ഷത്തിൽപ്പെട്ട. പക്ഷേ അതുകൊണ്ട് ഇത്തവണ നിലമ്പൂർ ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആര്യാൻ ഷൗക്കത്ത്, കാരണം അത് 2014 ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 2021 മത്സരിച്ച പ്രകാശ് ജീവിച്ചിരിപ്പില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഷൗക്കത്തിൻ്റെ പേരാണ്. ഞങ്ങളെല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. ഞങ്ങളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിട്ടെടുത്ത തീരുമാനമാണ്. അതല്ലാതെ VD സൈസൻ മാത്രം എടുത്ത തീരുമാനമല്ല. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് അൻവർ പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല ഞങ്ങൾ പറഞ്ഞു. കാരണം കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനാണ്. ആ അധ്യക്ഷൻ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ഈ ഒരു അൻവറിനെ ചൊല്ലിയുള്ളൊരു വിവാദം ഉണ്ടായ സമയത്ത് അൻവറിനെ ചൊല്ലിയും സ്ഥാനാർത്ഥിത്വം ചൊല്ലിയും ഒക്കെ വലിയ രീതിയിൽ കലഹമൊക്കെ ഉണ്ടായി. അത് പുറത്തു വന്ന സമയത്ത്
ഈ കോൺഗ്രസിന് എന്നതിനപ്പുറത്തേക്ക് UDF-നുള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന രീതിയിൽ, അതായത് പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യം പോലും അവഗണിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാകില്ല. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം അൻവറുമായി സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ UDF നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അവസാനം അദ്ദേഹത്തിന് കൈയൊഴിയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞല്ലോ അൻവറിനോട്, സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മാറ്റില്ല, UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിച്ചു, ഇനി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല, ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനത്തെ തീരുമാനത്തിലേക്ക് പോകാൻ കാരണം. ഇപ്പം അൻവറിനെ തന്നെ അറിഞ്ഞാൽ 8 മാസമല്ലേ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ. അത് കഴിഞ്ഞാൽ അൻവർ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭൂരിപക്ഷത്തോടെ നിലമ്പൂർ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ 2026 അൻവറിന് ജയിച്ച് വരാൻ സാധ്യതയുള്ള സീറ്റ് ഞങ്ങൾ കൊടുക്കില്ലേ? സ്വാഭാവികമായിട്ട് കൊടുക്കുമല്ലോ. അദ്ദേഹം ഒഴിഞ്ഞു തന്ന സീറ്റ് അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണല്ലോ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഉണ്ടായത്. ഇതെല്ലാം ഞങ്ങൾ സംസാരിച്ചാണ്. പക്ഷേ ഷൗക്കത്തിനെ അങ്ങ് അംഗീകരിക്കാൻ വയ്യ എന്നുള്ള ഒറ്റ വാശിയിൽ ഇത് മുഴുവൻ അദ്ദേഹം ദൗർഭാഗ്യവശാൽ അദ്ദേഹം തകിടം മറിക്കാനുണ്ടായത്. ഈ അൻവറിൻ്റെ അടഞ്ഞ അധ്യായം തന്നെയാണോ? ഇപ്പോഴത് ഒന്നും തുറക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും ചർച്ചകൾ ഉണ്ടാകും. ഇപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയില്ല, അതിനെക്കുറിച്ചിട്ടൊരു ചിന്തയില്ല. ഇനി എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കണമെങ്കിലും ഞങ്ങൾ വ്യക്തികൾക്ക് എടുക്കാൻ സാധ്യമല്ല. പാർട്ടിയിൽ ആലോചിക്കണം, UDF-ൽ ചർച്ച ചെയ്യണം. അതല്ലാതെ ഒരു കാര്യവും ഇനിയിപ്പോൾ പറയാൻ സാധ്യമല്ല. പക്ഷെ PK കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിപ്പോഴും അൻവറിനൊപ്പമാണല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് തീരുമാനിക്കും. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ മുതൽ CMPയുടെ വരെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനം എടുക്കുക. ഇപ്പം അങ്ങനത്തെ ഒരു ചർച്ച, ഇപ്പം നിലമ്പൂർ ജയിക്കുക എന്നുള്ള അജണ്ടയ്ക്ക് അപ്പുറം ഒരു ചർച്ച ഇപ്പോഴില്ല. ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട വിഷയം ഭാവിയിലുണ്ടായാൽ അതൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. വ്യക്തികളായിട്ടുള്ള എന്നെപ്പോലുള്ളവർക്കൊന്നും ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ പറയാൻ സാധ്യമല്ല. ഈ PV അൻവർ അവിടെ എത്രത്തോളം 1 ലക്ഷത്തിലധികം വോട്ടുകൾ സ്വരൂപിക്കുന്ന രീതിയിലൊക്കെ കണക്കുകളാണ് PV അൻവർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങവിടെ നിലമ്പൂരിലുണ്ടായിരുന്നു ഇത്ര ദിവസം. അങ്ങയുടെ വ്യക്തിപരമായ ഒരു കണക്ക് കൂട്ടലിൽ അൻവർ എത്രത്തോളം വോട്ട് സാധ്യമല്ല. അത് എന്ത് വോട്ട് പിടിച്ചാലും UDF-നെ ബാധിക്കില്ല എന്ന് മാത്രം ഞാൻ പറയാം. ചുരുങ്ങിയത് അൻവർ ഒരു 50,000 വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ടോ? അതൊന്നും ഒരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ വലിയ രീതിയിൽ അൻവർ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് അൻവറിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരു ബൈ ഇലക്ഷനിൽ അൻവറിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ചിലപ്പോൾ പൊതു തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ 9 വർഷത്തെ സ്വാധീനമൊക്കെ വെച്ചിട്ട് ചലനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് ബൈ ഇലക്ഷനാണ്. എല്ലാ പഴുതും സംസ്ഥാന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് എല്ലാ പഴുതും അടച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ഈ ബൈ ഇലക്ഷനിൽ അൻവറിന് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. പിണറായി വിജയൻ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിമാരൊക്കെ വന്ന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് M സ്വരാജിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വരാജ് യാതൊരുവിധ വെല്ലുവിളിയും ഇല്ല എന്നാണോ പറയുന്നത്? ഒരിക്കലും ഞങ്ങൾക്കൊരു വെല്ലുവിളിയല്ല. പിന്നെ മുഖ്യമന്ത്രി എല്ലാ മീറ്റിങ്ങിലും പോകാറുണ്ടല്ലോ. തൃക്കാക്കരയിൽ പറഞ്ഞ ഞങ്ങൾ 100 പറഞ്ഞേ. അവസാനം എന്തായി? ഭരണ സംവിധാനം ഒന്നടങ്കം വന്നാലും ഏശില്ല എന്ന് തന്നെയാണ്. ഒട്ടും ഏശില്ല. ഇപ്പോൾ ഉണ്ടല്ലോ എല്ലാ സംവിധാനവും അവിടെ. കഴിഞ്ഞ കുറേ നാളായിട്ട് മുഖ്യമന്ത്രി ഇല്ലെങ്കിലും എല്ലാ ഭരണ സംവിധാനവും അവിടെയുണ്ട്. ഗോവിന്ദ മാഷയുടെ നേതൃത്വത്തിലാണ് എല്ലാ പരിപാടിയും സംഘടിപ്പിക്കുന്നത്. അത് പിന്നെ അവർ ജയിക്കാൻ നോക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അവരുടെ സിറ്റിംഗ് സീറ്റല്ലേ. ഇപ്പം അൻവർ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയാൽ സീറ്റ് ആരുടെയപ്പോൾ 8% അത് LDF-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു. അതിലിപ്പോൾ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കും. സാംസ്കാരിക കേരളം ഒന്നടങ്കം M സ്വരാജിന് ചുറ്റുമാണല്ലോ. അത് ചില സാംസ്കാരിക നായകന്മാർ അവരുടെ അഭിപ്രായം പറയുന്നു. ഞാനതിനെയൊന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ആരും ഹോൾസെയിലായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. ഒരു വൈശാഖൻ വന്നു, വൈശാഖൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. KR മീരയ്ക്ക് അവരുടെ അഭിപ്രായം പറയാം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പരന്ന വായനയാണ് ഒരു ഇലക്ഷൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വായിക്കാത്തവരും ഇലക്ഷൻ ജയിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പരന്ന വായന കൊണ്ട് ജനത്തിന് വല്ല മെച്ചമുണ്ടോ? പാവപ്പെട്ട ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ പരന്ന വായന കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. പരന്ന വായന കൊണ്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞു. പക്ഷേ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതാണ് ശ്രീ കൽപ്പറ്റ നാരായണൻ പറഞ്ഞത്. ഹോൾസെയിലായിട്ട് വൈശാഖനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ KR മീരയ്ക്കോ വൈശാഖനോ അവരുടെ അഭിപ്രായം പറയാം, വോട്ട് ചോദിക്കാം. അതിനൊന്നും ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല. പക്ഷേ സാഹിത്യലോകം മുഴുവൻ സ്വരാജിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ അതിനോട് ഞങ്ങൾ അശേഷം യോജിക്കുന്നില്ല.
അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി സാംസ്കാരിക നായകർ ഒത്തുകൂടുന്നു എന്ന രീതിയിൽ ഒരു വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആശാ വർക്കർമാരുൾപ്പെടെയുള്ളവരുടെ കണ്ണീര് കാണാൻ കഴിയാത്തവർ എന്ത് സാഹിത്യകാരന്മാരെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവർ അഭിപ്രായം പറയുന്നതിന് പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശിച്ചിട്ടൊന്നുമില്ല. എല്ലാം പരന്ന വായനയാണ് വോട്ടിൻ്റെ നിദാനം എന്ന് പറയുമ്പോൾ ഈ നാട്ടിൻ്റെ കണ്ണീര് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. സാധാരണഗതിയിൽ പ്രചാരണ സമിതി നേതാക്കളൊക്കെ അണികൾക്ക് ആവേശം വരാനായി, വോട്ടർമാർക്ക് വലിയ രീതിയിൽ ആവേശം വരാനായി വലിയ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ ഒരു കണക്കുകൂട്ടലാണ് അങ്ങ് ഇപ്പോൾ പറയുന്നത്. അതായത് ജയിക്കുന്ന കണക്കാണ് മിനിമം ഉറപ്പുള്ള. ഞാൻ കഴിഞ്ഞ തവണ പാലക്കാട് 10,000 മിനിമം എന്ന് പറഞ്ഞല്ലോ, അത് 18,000 വരെ പോയില്ലേ. 10,000 ഞാൻ അന്നേരം ഉറപ്പിച്ചാണ്. കാരണം പാലക്കാടിൻ്റെ പിക്ചർ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുപോലെ ഞാനൊരു കോൺഷ്യൻസി സ്റ്റഡി ചെയ്തിട്ടേ ഞാൻ പറയുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മേലെ പോകാം, പക്ഷേ ഒരിക്കലും താഴെ പോവില്ല. കാരണം താഴെ പോകാതിരിക്കാൻ കാരണം ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമാണ്. അതുകൊണ്ട് ഒരിക്കലും താഴെ പോവില്ല. കൃത്യമായി ഇത് സെമി ഫൈനൽ എന്ന് തന്നെ നമുക്ക് കരുതാം. തീർച്ചയായും ഇത് സെമി ഫൈനൽ തന്നെയാണ്. ഈ നിലമ്പൂര് നൽകുന്ന സൂചന ഞാൻ തറപ്പിച്ച് പറയുന്നത് 23-ാം തീയതി ഷൗക്കത്ത് ജയിക്കുമ്പോൾ അതിന് വ്യക്തമായ സന്ദേശമുണ്ട്. ഇനി പിണറായിക്ക് മൂന്നാമതൊരു ചാൻസ് ഇല്ല. ആ മെസ്സേജാണ് 23-ാം തീയതി നിലമ്പൂരിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷവും സംസ്ഥാന നേതൃത്വം ഒപ്പം തന്നെയും ഭരണമുന്നണിയിലും സംസ്ഥാന നേതൃത്വം മുഴുവനും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെയല്ലോ 140 പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ സംവിധാനം ഉണ്ടല്ലോ, മിഷണറി ഉണ്ടല്ലോ മുന്നണിക്ക്. ആ മിഷണറി പ്രവർത്തിക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നേതൃത്വം കൊടുത്താലും വർക്ക് ചെയ്യുന്നവരാ താഴെത്തിട്ടുള്ളവരല്ലേ. എന്നിട്ട് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തോ, ഇത് 8 മാസം കഴിഞ്ഞാൽ ഞങ്ങളാരും ഉണ്ടാവില്ല, അന്ന് നിങ്ങൾ തന്നെ വേണം കാര്യങ്ങൾ നോക്കാൻ എന്ന് ഞങ്ങളൊക്കെ ഇപ്പോഴേ അവരോട് പറയാറുണ്ട്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി.